ചൈനയിൽ വ്യാപിക്കുന്ന കോവിഡിന്റെ വകഭേദം ഇന്ത്യയിൽ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇതോടെ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. BF7 എന്ന വേരിയന്റാണ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത്. ഇത് നേരത്തെ വ്യാപിച്ച ഒമിക്രോണിന്റെ ഒരു ഉപവകഭേദമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ജൂലൈയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് ഇടയാക്കിയ ഡെൽറ്റ വേരിയന്റിനോളം അപകടകാരിയല്ല ഇവനെന്നാണ് വിദഗ്ധർ പറയുന്നത്. വൈറസ് ബാധിച്ചാൽ അത്ര സാരമായ ലക്ഷണങ്ങൾ കാണുകയുമില്ല. ചിലരിൽ രോഗലക്ഷണം പോലും ഉണ്ടാകില്ല. വളരെ ചുരുക്കം ചിലരിൽ പക്ഷാഘാത സാധ്യതയുണ്ടാകുന്ന ഈ വേരിയന്റ് രക്തക്കൊഴലുകളെ ബാധിച്ചാൽ ഭീകരനായി മാറിയേക്കാം. ഒന്നിലേറെ തവണ കോവിഡ് വന്നവരെ BF7 പെട്ടെന്ന് തന്നെ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. തീർച്ചയായും ഇതിനെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് എത്ര നിരുപദ്രവകാരിയാണെങ്കിലും കൊറോണയെ അകറ്റി നിർത്തേണ്ടതുണ്ട്. പൗരന്മാരെന്ന നിലയിൽ അത് നമ്മുടെ കടമയാണ്. ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് BF7. രാജ്യത്ത് ഇത് സ്ഥിരീകരിച്ചവരിൽ ഒരാൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഗുജറാത്തുകാരിയാണ്. അതായത് ചൈനയിൽ മാത്രമല്ല അമേരിക്കയിലും ഈ വകഭേദം വ്യാപിക്കുന്നുണ്ട്. ലോകത്ത് പലയിടത്തും ഇതിന് സാന്നിധ്യമുണ്ടെന്ന് ചുരുക്കം. മിക്കയിടങ്ങളിലും കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ ഏറെയുള്ളതിനാൽ ഇവന്റെ ആക്രമണം അത്ര ഏശുന്നില്ലെന്ന് മാത്രം. മിക്ക ആളുകൾക്കും പനി വരുന്നുണ്ട്. അത് വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നു. പരിശോധനകൾ കാര്യമായി നടക്കാത്തതുകൊണ്ട് കോവിഡ് ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, ആശുപത്രികളിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചാൽ മാത്രമേ ആശങ്കയ്ക്ക് സ്ഥാനമുള്ളൂ എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയൊരു വൈറസ് വേരിയന്റ് ഉദയം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. വാക്സിനുകളെ മറികടക്കാൻ ശേഷിയുള്ള പുതിയ പതിപ്പുകൾ ഉത്പാദിപ്പിക്കാൻ വൈറസുകൾക്കുള്ള കഴിവിനെ ഭയക്കണം. പക്ഷെ ഡെൽറ്റയെ അതിജീവിച്ചവരാണ് നാം. കൃത്യമായ മുൻകരുതലുകൾ നമുക്ക് തുണയാകുമെന്നത് ഉറപ്പ്. വൈറസിനെ എങ്ങനെയും തടയാം. പക്ഷേ വൈറസിനേക്കാൾ മാരകമായി പടരുന്ന വാട്സപ്പ് ഫോർവേഡുകളെ എങ്ങനെ തടയണമെന്നതിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. XBB എന്ന വേരിയന്റിനെ കുറിച്ച് പല ഭാഷകളിലായി ഒരു സാഹിത്യം ഇപ്പോൾ വാട്സപ്പിൽ കറങ്ങുന്നുണ്ട്. പുതിയൊരു മാരകമായ തരംഗത്തിന് ഈ വൈറസ് കാരണമാകുന്നു എന്നൊക്കെ ഈ ഫോർവേഡ് ഉപദേശിക്കുന്നുണ്ട്. ഈ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിശദീകരണ ട്വീറ്റ് നൽകിയെങ്കിലും വാട്സപ്പ് വിദഗ്ധർ അതൊന്നും അറിഞ്ഞിട്ടില്ല. കാട്ടുതീയേക്കാൾ വേഗത്തിലാണ് വ്യാജ സന്ദേശം പടരുന്നത്. നാം എല്ലാവരും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡിനെ തടയാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ്. വ്യാജ സന്ദേശങ്ങളും ഭീതിയും പടർത്തുന്നത് ജനങ്ങളുടെ ആശങ്ക കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ.